2 ദിവസം അവധിയൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും വിചാരിക്കും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര പോകണമെന്ന്. പക്ഷെ നമ്മൾ മാത്രം ഫ്രീ ആയിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കൂടെയുള്ള ആൾക്കും കൂടി ഫ്രീ ആവണ്ടേ. അങ്ങനെ ഈ പൂജ ഹോളിഡേയ്സിന് ഞങ്ങൾ വിചാരിച്ചു എവിടേക്കെങ്കിലും പോകണമെന്ന്. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി. ഒരു 10 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. ഉറക്കമൊക്കെ കഴിഞ്ഞ് പയ്യെ ഇറങ്ങി. എന്നാൽ പുറത്തുനിന്ന് ആര്യാസിൽ കയറി നല്ല ദോശയും നല്ല ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു. എങ്ങടേക്കാണ് പോയതെന്നറിയോ? ഞങ്ങൾ മലക്കപ്പാറയ്ക്കാണ് പോയത്. അതിരമ്പള്ളിയും വാഴച്ചാല് വഴി മലക്കപ്പാറയ്ക്കാണ് പോയത്. അതിരമ്പള്ളിയിലും വാഴച്ചാലും ഒക്കെ നമ്മൾ ഇതിന് മുന്നേ പിള്ളേരെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ യാത്രയാണ് ചെയ്യേണ്ടത്, അങ്ങനെ മലക്കപ്പാറയ്ക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ പോണ വഴിയിൽ നമുക്ക് 2 സൈഡിലും ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. അപ്പോഴാണ് വഴിയിൽ വേറൊരു വെള്ളച്ചാട്ടം കണ്ടത്. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല ഭംഗിയായിരുന്നു ആ വെള്ളച്ചാട്ടം കാണാൻ. അതൊക്കെ ഇങ്ങനെ നന്നായി നിന്ന് ആസ്വദിച്ച് പിന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെയും മലക്കപ്പാറയ്ക്ക് യാത്ര തുടങ്ങി. മലക്കപ്പാറയ്ക്കുള്ള യാത്ര ഒരു കാടിൻ്റെ നടുവിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വന്യജീവികളെ കാണാനും സാഹചര്യമുണ്ടാവാം. അങ്ങനെ പോയപ്പോൾ സണ്ണിച്ചന് ഉറക്കം വന്നു. എന്നാൽ പിന്നെ അവിടെ ഒരു ചെറിയൊരു അരുവി ഇങ്ങനെ ഒരു മലമുകളിൽ നിന്ന് ഒഴുകി വരുന്നത് കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് കാലൊക്കെ കഴുകി പിന്നെയും യാത്ര തുടർന്നപ്പോൾ കണ്ട ആളാണിത്, ഒരു കാട്ടുപോത്ത്. ആ കാട്ടുപോത്തിനെ വീഡിയോയിൽ പകർത്തി പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ കാട്ടിലൂടെ, മനോഹരമായ കാട്ടിലൂടെയുള്ള കയറ്റവും ഇറക്കവും ഹെയർ പിന്നും ഒക്കെ കടന്ന് നമ്മൾ നന്നായി ആസ്വദിച്ച് നല്ല പാട്ടൊക്കെ പാടി പാട്ടൊക്കെ കേട്ട് അങ്ങനെ നമ്മൾ പിന്നെയും മലക്കപ്പാറയ്ക്ക് യാത്ര തുടർന്നു. ശരിക്കും പിള്ളേരോട് ഞാൻ പറഞ്ഞു, നോക്കിയിരുന്നു കേട്ടോ, ആനേനെ കാണാൻ പറ്റും, പിന്നെ നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റും, പിന്നെ കടുവയുണ്ട് അവിടെ, കടുവേനെ കാണാൻ പറ്റും, പുലിയെ കാണാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് അവസാനം മലക്കപ്പാറ എത്തി. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. ശരിക്കും നമ്മുടെ മൂന്നാറ് പോലെ തന്നെയാണ്, നിറച്ച് ടീ എസ്റ്റേറ്റൊക്കെ ആയിട്ട് നല്ല സുന്ദരിയായ മലക്കപ്പാറ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ നമ്മളൊരു 5:15 കൂടി നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. കാരണം 6 മണി കഴിഞ്ഞാൽ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ അതിരമ്പള്ളി ഭാഗത്തേക്ക് വണ്ടി കടത്തിവിടില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴി നമുക്ക് കോട കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ ഒരുപാട് ഇരുട്ടായി. അപ്പോഴും നമുക്ക് ഈ കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ, അതിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മളൊരു ഒറ്റയാന കണ്ടു. പെട്ടെന്നായിരുന്നു ഒറ്റയാന കണ്ടത്, അതുകൊണ്ടത് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. പിന്നെയും നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. രാത്രി സമയത്ത് ഈ കാട്ടിലൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു. പേടിയൊക്കെ തോന്നും, പക്ഷെ അതിലുണ്ട് ഒരു രസം. എപ്പോൾ വേണമെങ്കിലും ആനേനെ കാണാം, എപ്പോൾ വേണമെങ്കിലും പോത്തിനെ കാണാം. അങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് അവിടെ ഒരു കാട്ടാനക്കൂട്ടത്തെ കാണാൻ പറ്റി. അപ്പോൾ ഫോറസ്റ്റുകാരുടെ വണ്ടി ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു അധികം നിൽക്കണ്ട, പോയിക്കോ എന്ന് പറഞ്ഞു. നമ്മളത് തിരിച്ച് നമ്മൾ രാത്രി കാട്ടിലൂടെയുള്ള യാത്ര ആസ്വദിച്ച് തന്നെയാണ് തിരിച്ച് വീട്ടിലെത്തിയത്. പോരുന്ന വഴി നമ്മളിന്ന് പാട്ടൊക്കെ വെച്ചു, കരോക്കെയൊക്കെ വെച്ചു, നമ്മൾ പാട്ടൊക്കെ പാടി. നമുക്ക് അറിയാനൊന്നും പാടില്ല, പക്ഷെ നമ്മൾ പാടും. അങ്ങനെ പാട്ടൊക്കെ പാടി സന്തോഷമായിട്ട് ആ ദിവസം അവസാനിപ്പിച്ച് വീട്ടിൽ വന്നു.